സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോവയ്ക്ക കൊണ്ടുള്ള ഒരു മസാല കറിയാണ്. അതിന് കോവയ്ക്ക എടുത്തിട്ടുണ്ട്, അതൊന്ന് 4ആയി കീറി എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടത് ഒരു 1/4 കപ്പ് നിലക്കടലയാണ്, അതൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഒരടുപ്പത്ത് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ എടുത്ത് വെച്ച കോവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചുരുങ്ങി വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ കോവയ്ക്കൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഗ്രാമ്പൂ, പട്ട, കുറച്ച് ജീരകം ഇവയ്ക്കൊന്ന് ഇട്ട് ഒന്ന് ചെറുതായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി അതിനകത്തേക്ക് 2 സവോള ചെറുതായി അരിഞ്ഞത്, മീഡിയം സൈസ് സവോളയാണ്, 2 ചെറുതായി അരിഞ്ഞതൊന്ന് വഴറ്റിയെടുക്കുക. സവോള ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ജീരകം 1/2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് 2 വലിയ തക്കാളി പേസ്റ്റ് ആക്കിയതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സാധാരണ നമ്മൾ കോവയ്ക്ക കൊണ്ട് മെഴുക്കുരട്ടി, തോരനൊക്കെ ഉണ്ടാക്കൽ. അടുത്ത തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും, നല്ല ടേസ്റ്റിയാണിത്. ഇത് നമുക്ക് ചപ്പാത്തിക്കും റൊട്ടിക്കും ചോറിനും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം. ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ച കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. അതിനകത്തുള്ള ആ കടലയുടെ പൊടിയൊക്കെ കട്ട പിടിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനകത്തേക്ക്. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് കോവയ്ക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്ക് ഈ കോവയ്ക്കൊക്കെ വെന്ത് നല്ല രീതിയിൽ സെറ്റായി വരും. ഇപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ച് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ആ ഗ്രേവിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.